ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ പെൺവാണിഭ സംഘങ്ങൾ, അതേപോലെ ഹണി ട്രാപ്പ് ഇങ്ങനെയുള്ള സംഘടനകൾ ഒരുപാട് വ്യാപകമായിട്ടുണ്ട്. ഇത് കൂടുതലും നടക്കുന്നത് കൊച്ചിയിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അടുത്തടുത്തുള്ള സംഭവങ്ങൾ ഇപ്പം ഒരു 3-4 ദിവസം മുമ്പാണ് ആ സുധാ ബേബി എന്ന ആ യുവതിയെ കൊലപ്പെടുത്തിയ വിവരം. അതിതുപോലെ ഈ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റാതെ വന്നപ്പോൾ, അത് കുടുംബം തകർക്കുന്നുള്ള ഭീഷണി വന്നപ്പോൾ അയാൾ ആ യുവതിയെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ വലിയൊരു സംഘമാണ് ഈ ഹണി ട്രാപ്പ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഹണി ട്രാപ്പിൽ പെടുത്തി പണം തട്ടുക. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഇതിൽ അടിമയായിട്ടുണ്ട്. ആ വാർത്തയൊക്കെ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും ഇതുവരെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാൻ വന്നതെന്താണെന്ന് വെച്ചാൽ, എറണാകുളത്ത് ഒരു ഭിന്നശേഷിക്കാരനെ കടവന്തറയിലാണ് ഇയാളുമായിട്ട് ഈ ഹണി ട്രാപ്പ് സംഘങ്ങൾ എങ്ങനെയോ ബന്ധപ്പെട്ടു. ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞാൽ അയാൾക്ക് സംസാരിക്കാൻ ഉള്ള കഴിവില്ല. അപ്പോൾ ആംഗ്യ ഭാഷയിൽ കൂടെയൊക്കെ അദ്ദേഹം സംസാരിക്കത്തുള്ളൂ. അപ്പം ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി ഇങ്ങനെ പരസ്യമായിട്ട് ലൈംഗികമായി ബന്ധപ്പെടാൻ ഇവൾ പറയുന്നു. ഈ സ്വപ്ന എന്ന് പറയുന്ന ഈ മൂദേവി, ഈ രാക്ഷസി പറയുന്നു. അപ്പോൾ ഇവിടെ കൂടെ 2 രാക്ഷസന്മാർ വേറെ ഉണ്ട്. അതുപോലെ തന്നെ ഇവർ 5 ആളാണ് ഈ സംഭവത്തിലുള്ളത്. അപ്പോൾ ഈ സബ്ന ഇവളെ അടക്കം 4 ആളെ പിടിച്ചിട്ടുണ്ട്. ഇനി ഒരാളെയും കൂടി പിടിക്കാനുണ്ടെന്നാണ് പോലീസ്, കടവന്തറ SHO അദ്ദേഹം പറയുന്നുണ്ട്, പോലീസ്. അപ്പം ആ വീഡിയോ നമുക്കൊന്ന് കാണാം, സ്റ്റേഷനിൽ കൊണ്ടിരുന്നത്. കൊച്ചിയിൽ ഭിന്നശേഷിക്കാരന് ക്രൂരമർദ്ദനം. ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് യുവതി ഉൾപ്പെടുന്ന 5-അംഗ സംഘം അതിക്രമം നടത്തിയത്. ഹണി ട്രാപ്പിൽ പെടുത്താനായി യുവതിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ആവശ്യപ്പെട്ടത് വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് കണ്ടെത്തൽ. കേസിൽ 4 പ്രതികളെ കടവന്തറ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് 6:30 കടവന്ത്രയിൽ വെച്ചാണ് സംസാരശേഷിയില്ലാത്ത യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. യുവാവിനെ 1-ാം പ്രതി സപ്ന ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. യുവാവ് ഹോട്ടൽ മുറിയിലേക്ക് എത്തിയപ്പോൾ മറ്റ് 2 യുവാക്കൾ കൂടി മുറിയിലുണ്ടായിരുന്നു. ഇവർ യുവാവിനോട് സഫ്നയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു. ഇത് നിഷേധിച്ചതോടെ ടോർച്ച് ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം യുവാവിന്റെ നഗ്ന ദൃശ്യങ്ങളും പകർത്തി. മർദ്ദനത്തിൽ യുവാവിന്റെ വാരിയലൊടിഞ്ഞു. സംസാരശേഷിയില്ലാത്ത യുവാവിന്റെ മൊഴി ആംഗ്യഭാഷാ വിദഗ്ധരുടെ സഹായത്തോടെയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 3 പ്രതികളും പിടിയിലായത്. കണ്ടില്ലേ? അപ്പോൾ ഇനി ഒരാളും കൂടി ഉണ്ട്, ആരാണെന്ന് അറിയണം. എങ്ങനെയാണ് ഈ ഭിന്നശേഷിക്കാരനുമായിട്ട് ഇവർ ബന്ധം സ്ഥാപിച്ചതെന്ന് അറിയണം. എന്തായാലും അയാൾ വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം സമ്മതിക്കത്തില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, ആംഗ്യ ഭാഷയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു. ആ ഒരു ദേഷ്യമാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഹണി ട്രാപ്പ് പെടുത്താം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഭീഷണിപ്പെടുത്തി ലൈംഗികമായി ബന്ധപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ പല രീതിയിൽ ഇവർക്ക് ഹണി ട്രാപ്പായിട്ട് 5 ലക്ഷം, 10 ലക്ഷം, 1 കോടി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കുറേ ഈ തട്ടിപ്പ് സംഘങ്ങളുണ്ട്. ഇങ്ങനെ എന്ത് വൃത്തികേട് ചെയ്യുന്ന നാറികൾ. ഇവർക്ക് എങ്ങനെയും ആളുടെ കയ്യിൽ നിന്ന് കാശ് പിടുങ്ങിയിട്ട് മാന്യമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കണം. കാരണം അവർക്കൊന്നും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഇവരൊക്കെ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാവും. ഇനി ഉണ്ടോ എന്നുള്ള അറിയത്തില്ല. അല്ലെങ്കിൽ വിവരവും വിദ്യാഭ്യാസം ഉള്ളതനുസരിച്ചുള്ള ആ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ജോലി ചെയ്ത് ജീവിക്കണം. അല്ലാതെ ഇതുപോലുള്ള നാറിയ പരിപാടി ചെയ്യുകയല്ല ചെയ്യുന്നത്. എന്തായാലും 4 പൊക്കിയിട്ടുണ്ട്. ഇനി ഒരാളെങ്കിലും പൊക്കാനുണ്ട്. അത് എപ്പോഴാണ് പൊക്കുക എന്നുള്ളത് അറിയത്തില്ല. അപ്പം ഇതിൻ്റെ പുറകിൽ ഇനി ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരാളെയും കൂടി കിട്ടാനുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ചിലപ്പോൾ ഏറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ശരി, എന്നാൽ നിർത്തുന്നു. ഗുഡ് ബൈ.